Hi all. This will be a very quick video on the topic break even point. എന്താണെന്ന് പറയാം. ചില കമ്പനീസ് ലോസിലായിരിക്കും, ചില കമ്പനീസ് പ്രോഫിറ്റിലായിരിക്കും. പക്ഷെ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. എന്ത്? ഒരു കമ്പനീൻ്റെ ഒരു പെർട്ടിക്കുലർ പീരീഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയ സമയത്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സംഭവിച്ചൂടെ? ആ പോസിബിലിറ്റി സംഭവിച്ചൂടെ? ആ പോസിബിലിറ്റിയെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് ചോദിക്കുക എന്നുള്ളത്. വിച്ച് മീൻസ് എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്താലാണ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നത് കരസ്ഥമാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിസിഷൻ മേക്കർ എടുത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എടുത്ത് കമ്പനി ഓണർ വന്ന് ചോദിക്കും, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, നിങ്ങൾ പറഞ്ഞു തരൂ എത്ര യൂണിറ്റ്സ് അറ്റ്ലീസ്റ്റ് നമ്മൾ വിൽക്കണം ലോസിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട്. പ്രോഫിറ്റ് വേണ്ട, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 0 ആവാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് വിൽക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സ്. അപ്പോൾ ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് കോൺസെപ്ച്വലി നോക്കാം. ആദ്യം കമ്പ്യൂട്ടേഷൻ ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സിന്റെ ഫോർമുല ഇസ് ദിസ്: TFC divided by contribution margin per unit. What is contribution margin per unit? Contribution margin per unit is equal to selling price minus variable cost. രണ്ട് തരം കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. അതിലെ വേരിയബിൾ കോസ്റ്റ് മാത്രം സെല്ലിംഗ് പ്രൈസിന് കൂടെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാ? 14 minus 4 which is equal to 10. ഈ 10 ആണ് നമ്മൾ ഡിനോമിനേറ്റർ അല്ലേ. TFC, ഹൗ മച്ച് TFC ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട് ₹40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ CM per unit 10 ഈസ് ഈക്വൽ ടു 4. ഈ 4ന്റെ മീനിങ് എന്താ? 4 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്താൽ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഫോർ ദ കമ്പനി. ഇത് കമ്പ്യൂട്ടേഷണൽ. ഇനി കോൺസെപ്ച്വലി ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണെന്ന്. ഓക്കെ, അസ്യൂം ദാറ്റ് നിങ്ങളൊരു പെട്ടിപ്പീടിക നടത്തണം. ഓക്കെ, ആ പെട്ടിപ്പീടിക വാടകയ്ക്കാണ്. വാടക ഈസ് ഈക്വൽ ടു 40 രൂപ, 40 rupees. അതാണ് നമ്മുടെ ഫിക്സ് കോസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്തുണ്ടെങ്കിലും 40 രൂപ കൊടുക്കണം. ആ പെട്ടിപ്പീടികയിൽ ഒരേ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് പെൻ. ഒരു പെന്നാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഈ പെന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി 4 രൂപക്കാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്, 4 rupeesനാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നിട്ട് വിൽക്കുന്നതോ 14 rupeesന് അല്ലെ, 14 രൂപക്ക്. അപ്പോ 14 രൂപക്ക് വിൽക്കുന്നു, 4 രൂപക്ക് വാങ്ങുന്നു. ഇനി വാടക എന്നുള്ള ആ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലെ. നിങ്ങൾ എത്ര പെന്ന് വിറ്റാലും ആ വാടക 40 തന്നെയാണ്. അതുകൊണ്ട് ആ ഫിക്സ്ഡ് കോസ്റ്റിനെ താൽക്കാലികമായിട്ട് മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് ആ ഫിക്സ് കോസ്റ്റിലേക്ക് വരാം. ഇപ്പൊ തൽക്കാലം എത്ര ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് 4 മാത്രമാണ് അല്ലെ, 4 മാത്രമാണ്. അപ്പൊ 4 നിങ്ങൾ ക്യാഷ് ഇറക്കുന്നു, അത് വിൽക്കുമ്പോൾ 14 കിട്ടുന്നു എന്ന് പറയുമ്പോൾ 10 rupees നിങ്ങൾക്ക് മെച്ചമുണ്ട്. ഓരോ പെന്നിൽ നിന്നും 10 rupees മെച്ചമുണ്ട്, ശരിയല്ലേ? ഈ മെച്ചത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നോക്കാം. ഞാനാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് വിചാരിക്കുക. ഐ ആം ദ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഫിക്സ് കോസ്റ്റ് അതാ അവിടെ എടുക്കുന്നു. എത്രയാ ഫിക്സ് കോസ്റ്റ്? 40 rupees. ഇനി ഞാൻ കോൺട്രിബ്യൂഷൻ മാർജിനാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു പെന്ന് വിറ്റാൽ ഞാൻ എന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ്? ഒരു പെന്ന് വിറ്റാൽ 4 രൂപക്ക് വാങ്ങിയിട്ട് 14 രൂപക്ക് വിറ്റാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഓഫ് ദ കമ്പനി വിൽ ബി 10. അപ്പൊ ഒരു പെന്ന് വിറ്റാൽ എത്രയാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുന്നത്? 10. അപ്പോ ഞാൻ എത്രയാ? 10. ഓക്കെ, 10 ആവും ഞാൻ. ഇനി ഒരു പെന്നിന്റെ പകരം 5 പെന്ന് വിറ്റു എന്ന് വിചാരിക്കാം. 5 പെന്നാണ് വിറ്റെന്ന് വിചാരിക്കാം. ഈ വിറ്റ ഓരോ പെന്നിൽ നിന്നും 10 കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടില്ലേ? അപ്പൊ ഞാൻ എന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരിക്കും? ഒരു പെന്ന് വിറ്റാൽ 10, രണ്ടാമത്തെ പെന്ന് വെക്കുമ്പോൾ 20, മൂന്നാമത്തെ പെന്ന് വെക്കുമ്പോൾ 30, നാലാമത്തെ പെന്ന് വെക്കുമ്പോൾ 40,
അഞ്ചാമത്തെ പെന്ന് വിൽക്കുമ്പോൾ 50, റൈറ്റ്? അപ്പൊ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് ഞാൻ 50-ലെത്തി. അപ്പോ ഫിക്സ് കോസ്റ്റ് എത്രയാ? വെറും 40. ഇനി 50 മെച്ചം കിട്ടിയ എന്നോട് ലാൻഡ് ലോഡ് വന്നിട്ട് പെട്ടിപ്പിടിന്റെ മുതലാളി വന്നിട്ട് 40 രൂപ വാടക ചോദിച്ചാൽ ഈ മെച്ചം കിട്ടിയ 50-ൽ നിന്നും 40 എടുത്തു കൊടുത്താൽ ബാക്കി എനിക്ക് എത്ര പ്രോഫിറ്റാ? ഈ കാണുന്ന ഡിസ്റ്റൻസ് പ്രോഫിറ്റ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്രോഫിറ്റ്. ഓക്കെ, കോൺസെപ്റ്റിൽ നോക്കണേ. ഇനി അനദർ സിനേരിയോ, ഞാൻ എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരിക്കും? 3 പെന്നാണ് വിൽക്കുന്നതെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ പെൻ 10 അല്ലേ? 3 എണ്ണാണ് വിൽക്കുന്നതെങ്കിൽ 1, 2, 3 ഇവിടെ അല്ലേ എത്തി നിൽക്കുകയുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 30. കോൺട്രിബ്യൂഷൻ മാർജിൻ 30 ആണ്. ഇങ്ങനെ ഇരിക്കെ ലാൻഡ് ലോഡ് വന്നിട്ട് പെട്ടിപ്പിടിന്റെ മുതലാളി വന്നിട്ട് 40 രൂപ ചോദിച്ചാൽ നമ്മൾക്ക് കൊടുക്കാനുണ്ടോ? ഇല്ല. 40 രൂപ ചോദിച്ചാൽ കൊടുക്കാനില്ല. അപ്പൊ നഷ്ടമല്ലേ? എത്രയാ നഷ്ടം? 10 രൂപ ലോസ്. ഈ ഡിഫറൻസ് ലോസ്. അപ്പോ എന്താണ് ഇതിന്റെ ലേണിംഗ് ഔട്ട്കം? ലേണിംഗ് ഔട്ട്കം എന്താ? when total contribution margin is greater than fixed cost, we will be having profit. If total contribution margin is less than fixed cost, it will be loss for the company. And if total contribution margin is equal to fixed cost, then there is no profit, no loss. Break even point. Am I right? Break even point. അപ്പോൾ എത്ര യൂണിറ്റ്സ് വിൽക്കണം ഇവിടെ എത്തണമെങ്കിൽ? ഞാൻ ഓരോ യൂണിറ്റ് വിൽക്കുമ്പോൾ ഓരോ ചാട്ടമല്ലേ ചാടിയത്? ഓരോ യൂണിറ്റ് വിൽക്കുമ്പോൾ ഓരോ ചാട്ടല്ലേ ചാടിയേ? അപ്പൊ കോൺട്രിബ്യൂഷൻ മാർജിനായ ഞാൻ എത്ര ചാട്ടം ചാടുന്നുണ്ട് ഫിക്സ് കോസ്റ്റ് എത്താൻ വേണ്ടിയിട്ട്? 1, 2, 3, 4 4 ചാട്ടം ചാടണം. ഓരോ ചാട്ടവും ഓരോ യൂണിറ്റ് അല്ലേ? അപ്പൊ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് വിൽ ബി ഈക്വൽ ടു 4. അതല്ലേ ഫോർമുല? TFC divided by CM per unit, which means TFC ആയ 40ലേക്ക് എത്ര 10 ഉണ്ട് എന്നുള്ളതാണ്. 40 divided by 10, 4 units. Okay, thank you so much. ഇനി നമുക്ക് ഇത് ഈ പെർട്ടിക്കുലർ ഫോർമുല മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കാം. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും ലോസും 0 ആവുന്ന പോയിന്റാണ്. ദർ ഇസ് നോ പ്രോഫിറ്റ്, നോ ലോസ്, വിച്ച് മീൻസ് നമ്മുടെ ചെലവുകളെല്ലാം വരവിനോട് ഈക്വൽ ആവുന്നു. അഥവാ സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. നമ്മുടെ ചെലവെല്ലാം നമുക്ക് ഇൻകത്തിനോട് ഈക്വൽ ആവുന്ന പോയിന്റാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. ഹൗ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് രണ്ടാക്കി തിരിക്കാം, റൈറ്റ്? അപ്പോൾ എനിക്ക് ഈ പെർട്ടിക്കുലർ ഫോർമുല സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് എഴുതാമല്ലോ, ഒരു പ്രശ്നവും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ പ്ലസ് വേരിയബിൾ കോസ്റ്റിനെ ഞാൻ അപ്പുറം കൊണ്ടുപോയി കൊടുക്കുന്നു. ഹൗ? പ്ലസ് എന്ന് പറയുന്നത് ഈക്വൽറ്റിന് ഇപ്പുറം വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ആവും. അപ്പോൾ മൈനസ് TVC ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ് കോസ്റ്റ് അവിടെ ഒറ്റക്കായി. ഇനി ഈ സെയിൽസ് മൈനസ് TVC നമുക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു TFC എന്ന് പറയുന്നതായി. ഇനി ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിനെ യൂണിറ്റ് ലെവൽ സ്പ്ലിറ്റിംഗ് നടത്തിയാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു CM per unit into units, ടോട്ടൽ യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിനും സെയിം CM ആണല്ലോ, ഈസ് ഈക്വൽ ടു TFC. ഇനി എന്ത് ചെയ്യണം? ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഈക്വലിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാം. യൂണിറ്റ്സ് ഇവിടെ ഒറ്റക്കായി. യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു TFC ഡിവൈഡഡ് ബൈ CM per unit ഡിവൈഡായി നിന്നു. ദിസ് ഇസ് ആ BP യൂണിറ്റ്സ് ഫോർമുല. Logic School of Management.